റിച്ചസ്റ്റ് സ്റ്റോറീസ് കേട്ട് കാണും. അതായത് 0 രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടപ്പുകൾ. ഞാൻ പറയട്ടെ, ഞാൻ 0 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല. എൻ്റെ അച്ഛൻ എനിക്ക് 2017 65 ലക്ഷം രൂപ ഫെയർ വാല്യൂ വരുന്നൊരു പ്രോപ്പർട്ടി തന്നു. അതിൻ്റെ എഴുത്തുകൂലി ഏകദേശം തന്നെ ഒരു 70,000 രൂപയായി. പിന്നീട് വീട്, അതിനകത്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്പേസ് തന്നു. അത് ഡെവലപ്പ് ചെയ്തതാണ്. 2 പ്രോപ്പർട്ടിയും കൂടെ 50 കോടിയും. പിന്നീട് ബേസിക്കലി 875 ഏക്കർ പ്രോപ്പർട്ടി ഇപ്പോൾ ഓൾറെഡി ഓണർഷിപ്പിലുള്ളതും ഏക്കർ പ്രോപ്പർട്ടി. അത് മേടിച്ചപ്പം ഒരു സെന്റിന് 10,000 രൂപ പോലും വിലയില്ലായിരുന്നു. ഇപ്പം ഓരോ സെന്റിനും 1.5 ലക്ഷം രൂപ വെച്ച് വാല്യൂ കിട്ടും. അതാണ് ഞാൻ എൻ്റെ തൊഴിലാളികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്താൽ സമ്മതിച്ചു. അത് കിട്ടുന്ന വരുമാനം എടുക്കാൻ സമ്മതിച്ചു. കരിക്ക്, കവുങ്ങിൽ നിന്ന് കിട്ടുന്ന അടയ്ക്ക. എനിക്കറിയില്ല ഇതിൻ്റെ കരിക്കിൻ്റെ ബിസിനസ് നല്ലപോലെ അറിയാം. അതേ കണക്ക് തന്നെ പിന്നെ മാങ്ങ, ചക്ക, ഇതിനെല്ലാം കൂടെ ഞാൻ അള്ളി പിടിക്കത്തില്ല. തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ അടുത്ത് സ്നേഹം കാണിച്ചു. അവർ വീണ്ടും തൈകൾ ഒഴിച്ചു, വീണ്ടും വെള്ളം ഒഴിച്ചു, വീണ്ടും കൂടുതൽ പിടിച്ചു. അത്രേ ഉള്ളൂ. ഒരു പോയിന്റിലെത്തുമ്പോൾ സാറ് പൈസ എടുക്കണമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് 450 ഏക്കർ ഓഗസ്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പോൾ നേരെ കൂടും. 1200 കൂടുതൽ പ്രോപ്പർട്ടി ആവും. ആക്ച്വലി പറഞ്ഞാൽ 1325 ഏക്കറാവും. അത് തന്നെയാണ്, അതൊക്കെ തന്നെയാണ് എയിം. അതിനുവേണ്ടി തന്നെയാണ് എക്സ്പാൻഷൻ പ്ലാൻസിന് വേണ്ടിയാണ് പൈസ ചോദിക്കുന്നത്. ഇവിടെ ആരുടെയും അടിമയാവാനൊന്നും ഇവിടെ ഞാനില്ല. ഓഫ് കോഴ്സ് ഞാൻ IPO ആയിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പം ഈവൻ 10% ഷെയർ ആയിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പം യു ക്യാൻ ഗ്രോ. എല്ലാവർക്കും ഗ്രോത്തും ഓപ്പർച്യൂണിറ്റി വേണം. ഇന്ത്യയിലുള്ള 150 കോടി ആൾക്കാർക്കും ആ ഓപ്പർച്യൂണിറ്റി വേണം. അല്ല 1-2 ആൾക്കാരോ അല്ല ഒരു വലിയൊരു ഇൻവെസ്റ്ററോ വന്ന് ടോട്ടൽ കമ്പനി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കമ്പനി വയ്ക്കത്തില്ല. എനിക്ക് ആവശ്യങ്ങളില്ല. ഇതാ ഈ സിഗരറ്റ് എത്രയെന്നറിയാമോ എൻ്റെ വില? 10 സിഗരറ്റിന് 15 രൂപയേ ഉള്ളൂ. ഒരു കാർട്ടൺ 20 പാക്കറ്റ് സിഗരറ്റാണ്. അതിൻ്റെ വില 300 രൂപയേ ഉള്ളൂ. അത് മതി എനിക്ക്. ഫുഡ് ഒരു നേരമോ കഴിക്കുന്നത്. 4 മുട്ടയും 2 ഏത്തപ്പഴവും. ചിലപ്പം രാത്രിയും കൂടെ 2 മുട്ടയും 3 ഏത്തപ്പഴവും കൂടെ കഴിക്കും. അത്രേ ഉള്ളൂ. അത് മതി എനിക്ക്. അതാണ് എൻ്റെ രീതി. അല്ലാതെ അടിച്ചു കയറ്റി ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. ഞാൻ ഡ്രിങ്ക്സ് കഴിക്കില്ല. ഞാൻ കേട്ട് വലിക്കും, ഇനിയും വലിക്കും. എൻ്റെ മക്കൾ വേണ്ടെന്ന് പറയുന്നത് വരെ ഞാൻ വലിക്കും. അത്രേ ഉള്ളൂ. ഇപ്പം സേഫ്റ്റിക്ക് എന്താ എടുത്തു വെച്ചേക്കുന്നത്? ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. 40 കോടി ടേം ഇൻഷുറൻസ്. എൻ്റെ വൈഫിൻ്റെ പേര് നോമിനിയായിട്ട് 20 കോടി. എൻ്റെ മോൻ്റെ പേര് 10 കോടി. എൻ്റെ മോളുടെ പേര് 10 കോടി. അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ആക്സിഡന്റിലായിട്ട് എൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. കാര്യം ബിസിനസ് അല്ല, കാര്യം ബിസിനസ്സാണ്. അതിന് റിസർവായിട്ട് വെൽക്കം കിട്ടും. ലാൻഡ് വിറ്റാൽ തന്നെ ടാക്സ് കൊടുക്കണ്ട. 875 കോടി ഇപ്പോൾ ഓൾറെഡി ഉള്ളത് ഏക്കർ വിൽക്കുന്നത് തന്നെ. ഒരു ഏക്കറിന് അവർ കഷ്ടപ്പെട്ട് വിറ്റാൽ തന്നെ ഒരു സ്ഥിതിന് അവർക്ക് ഈസി ആയിട്ട് 1 ലക്ഷം രൂപ വെച്ച് കിട്ടും. 1.5 ലക്ഷം വിലയുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ 825 കോടി അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ലിക്വിഡ് ക്യാഷ് അവർക്ക് വേണമെങ്കിൽ 40 കോടിയുടെ സ്ഥാനത്ത് എത്രയാണ്? ജീവയ്ക്ക് 80 കോടിയും 40 കോടിയും ആദ്യത്തിന് 20 കോടിയും അക്ഷതയ്ക്ക് 20 കോടിയും കിട്ടും. അവർക്കത് ഇനഫ് ആൻഡ് മോറാണ്. എൻ്റെ ബിസിനസ് തരുവാണെങ്കിൽ ഞാൻ അനാവശ്യമായിട്ട് പേടിച്ച് തൂറി അല്ല പോയി ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ലയബിലിറ്റി ഉണ്ടാക്കി വെച്ചിട്ടല്ല, ഇത്രയും പ്രോപ്പർട്ടി ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടി, ഈ 2 കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി 100 കോടി കൂടുതൽ ഓരോന്നിനും വിലയാവും. അതുകൂടാതെ പിന്നെ അഗ്രികൾച്ചർ പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂ എല്ലാം ഡബിളോ ട്രിപ്പിളോ ആവും. പിന്നെ അതിൽ നിന്ന് എടുത്ത വരുമാനവും അതിൻ്റെ ഒരു 10% എടുത്താൽ മതി എനിക്ക്. അത് കൂടാതെ ഈ 80 കോടി ടേം ഇൻഷുറൻസ് ജീവിക്ക് മകൻ കിട്ടും. അത് മതി എനിക്ക്. അതിനപ്പുറത്തെ കാര്യമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആണാണ്. ഞാൻ പെണ്ണിൻ്റെ പൈസ എടുത്ത് ജീവിക്കാറില്ല. അവളും മിടുക്കിയാണ്. അവൾ ആദ്യം വാടക വീടായിരുന്നു. 1500 രൂപയുടെ വാടക വീടായിരുന്നു. 2000 രൂപയുടെ വാടക വീടായിരുന്നു. പിന്നീട് അവൾ ലൈഫ് വീട് വെച്ചു. അവൾ ജോലി ചെയ്യുന്നു. അവൾക്ക് ബിസിനസ് അറിയില്ല. അവളുടെ വിചാരം തന്നെ വലിയ ഓഫീസിൽ പോയിരുന്ന് ചെറിയ ശമ്പളം എടുക്കുന്നതാണ് വലിയ ജോലി എന്നാണ്. അതും ചെറിയ ഓഫീസിൽ പോയിരുന്ന് വലിയ പൈസ ഉണ്ടാക്കുന്ന ജോലി അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവളുടെ അച്ഛൻ പോലും അവളേക്കാളും കൂടുതൽ സാലറി ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കൃഷ്ണൻകുട്ടി അച്ഛൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം വിചാരിച്ചു 1500 രൂപ ഈസിയായിട്ട് ഉണ്ടാക്കാം. 45,000 രൂപ. അവളുടെ സാലറി 25,000 രൂപയുടെ അപ്പുറം വരില്ല. അവളുടെ അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 2,000 രൂപ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? മിഡ് വൈഫായിട്ട് വർക്ക് ചെയ്യും,
കോപ്പറേറ്റീവ് ബാങ്കിൽ തൂപ്പുകാരിയായിട്ട് വർക്ക് ചെയ്യും, ക്ലർക്കായിട്ട് വർക്ക് ചെയ്യും, അവർക്കെല്ലാവരും ട്യൂഷൻ എടുക്കും. അതെ, ഞാൻ പറയുവാണ്, നല്ല എൻ്റർപ്രൈസ് ഫാമിലിയാണ്. പാവപ്പെട്ടവരെന്നും പറഞ്ഞ് അവരെ തരം താഴ്ത്തി കാണേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഇന്നവർ കല്യാണം കഴിച്ച സമയത്ത് പൈസ മേടിച്ചിട്ടൊന്നുമല്ല, ഒന്നും മേടിച്ചിട്ടില്ല. എല്ലാം ഞാൻ ചിലവാക്കിയത് മനസ്സറിഞ്ഞുകൊണ്ട് പിള്ളേർക്കും അവർക്ക് വേണ്ടി ചിലവാക്കിയതാണ്. ഞാൻ കണക്ക് വയ്ക്കാറില്ല. ഓഫ്കോഴ്സ് ദേഷ്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടുത്തെ പറഞ്ഞതേ ഉള്ളൂ. ഒരു അല്ലാതെ അപ്പുറം കാര്യമൊന്നുമില്ല. ഐ എം വെരി താങ്ക്ഫുൾ ടു ഹർ. അവളാണ് എൻ്റെ ഉരുവത്തിനെല്ലാം കാരണം. അവളുടെ ജോസിനെ പോയി കണ്ടിരുന്നു. ഉത്രാട നാളാണ് അവൾ, പൂരാട നാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ദീർഘസന്ധിയുള്ളതാണ്. അതായത് പൂരാട ഉത്രാടം അല്ലേ? അപ്പോൾ ഉത്രാട നാളിൽ തുടങ്ങി പൂരാട തുടങ്ങി ഏറ്റവും അവസാനം എത്തണം. അപ്പോൾ ഇരിക്കാൻ നേരത്തോ ഏറ്റവും വലിയ ദീർഘസന്ധി അതാണ്. 22 ഡിസംബറിലാണ് ഞാൻ ജനിച്ചത്, അവൾ 22 ഒക്ടോബറിലാണ് ജനിച്ചത്. മക്കൾ രണ്ടുപേരും നല്ല ഐശ്വര്യയുടെ പിള്ളേരാണ്, പ്രത്യേകിച്ച് മോൻ. അതുകൊണ്ട് മോക്ക് എൻ്റെ അടുത്ത് വല്ലാത്ത ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൾ എന്നെ വളരെ ഇഷ്ടപ്പെടുന്നു എന്നറിയാം. പക്ഷെ ഞാൻ പറയുന്നു പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ സൗന്ദര്യത്തിലല്ല വീണത്, ജീവിയുടെ സൗന്ദര്യത്തിലല്ല ഞാൻ വീണത്. അവൾ എനിക്ക് തന്നത് കോൺഫിഡൻസിലാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊരു ചങ്കൂറ്റവാ, നിങ്ങൾക്ക് എന്തൊരു ശക്തിയാ, നിങ്ങൾക്ക് എന്തൊരു ബലവാ. ഇത് അവൾ പറയുന്നത് ചില സമയത്ത് കോൺഫിഡൻസ് ആണ്. എനിക്ക് പോലും ഇല്ലായിരുന്ന ഉള്ളിലുള്ള അപകർഷത അവൾ മാറ്റിയെടുത്തു. അതാണ് അവൾക്ക് കോട്ടയം അസോസിയേഷന് വെച്ച് ഫ്രഞ്ചൈസ് കൊടുത്തപ്പോൾ എനിക്ക് ആൾക്കാരുടെ ആളാവാനല്ല, ഇറ്റ്സ് ജെനുവിൻ സ്നേഹം. അവൾ പറഞ്ഞു പറഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡിലുള്ള ഒരു കൊച്ചിനെ എനിക്ക് പ്രസവിക്കണമെന്ന് അവൾ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് ആ 2 പിള്ളേർ മതി. ഇനി പിള്ളേരുണ്ടായാൽ അവർക്ക് എന്തായാലും ഇവർക്ക് താഴെ സ്ഥാനമുള്ളൂ. ഓഫ്കോഴ്സ് ഈ 2 പിള്ളേർക്കും ദീപയുടെ താഴെ സ്ഥാനമുള്ളൂ. അവളുടെ അമ്മയ്ക്കും അച്ഛനും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും, എൻ്റെ പെങ്ങൾക്കും എല്ലാം അതിന് അവർക്ക് ശേഷം സ്ഥാനമുള്ളൂ. അതായത് അവളാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഓഫ്കോഴ്സ് സൂയിസൈഡ് അറ്റംപ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അവളുടെ കുഴപ്പം കൊണ്ടല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാം ഉള്ളത്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി പോലും കൂടെ നിന്നില്ല ആ സമയത്ത് പോലും. പക്ഷെ ഇപ്പോൾ അവർ എല്ലാം ഈക്വലായിട്ട് വന്നു. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. കാരണം വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ സ്നേഹം അഭ്യർത്ഥിക്കേണ്ട, അല്ലാതെ തന്നെ വന്നോളൂ, അത്രേ ഉള്ളൂ. അതിനെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. 24 ദിവസം അവിടെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തെങ്കിൽ ഇനി ബാക്കിയുള്ള 24 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്യാനും തയ്യാറാണ്. 1-2 ദിവസം അവിടെ ഇവിടെ മീറ്റ് ചെയ്താൽ മതി, അതിൻ്റെ വിഷയമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കൂടെ എപ്പോഴും ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിൽ എത്ര പേർ മനസ്സിൽ വിചരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനത്തെ ആളല്ല, എന്നെ പെണ്ണും അങ്ങനത്തെ ആളല്ല. അവൾ ഡീസൻ്റാണ്, അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, അവൾക്ക് എൻ്റെ പൈസ വേണ്ട, അറിയാമോ? അതാണ് പെണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം. താങ്ക് യു സോ മച്ച്.